ഉള്ളൊഴുക്ക് സിനിമയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി ആർ ബിന്ദു. ജോജുവിന്റെ ആദ്യ സംവിധാന ചിത്രമായ പണി അണിയറയിൽ നിന്ന് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തും. കങ്കണ റനാവത്ത് നായികയായി വരാനിരിക്കുന്ന ചിത്രമാണ് എമർജൻസി. ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദ ആർട്ടിസ്റ്റ് ഓഫ് ദി സെഞ്ചുറി, ദശാബ്ദത്തിന്റെ കലാകാരൻ മൈക്കിൾ ജാക്സൺ. മരണശേഷവും MJ എന്ന രണ്ടക്ഷരത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടിട്ടില്ല. ഉർവശിയും പാർവതി തിരുവോത്തും പ്രധാന വേഷത്തിലെത്തിയ ഉള്ളൊഴുക്ക് സിനിമയെ പ്രശംസിച്ച് മന്ത്രി ആർ ബിന്ദു രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രമേയപരമായ പുതുമയും കൈയടക്കത്തോടെയുള്ള പരിചരണവും അഭിനന്ദനീയമാണെന്ന് മന്ത്രി കുറിച്ചു. നൈസർഗികമായ അഭിനയ ചാതുര്യം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന രണ്ട് നടിമാർ മത്സരിച്ചഭിനയിക്കുന്ന ഈ സിനിമ എല്ലാവരും കാണണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: മുഖ്യമായും സ്ത്രീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന സിനിമ എന്ന് കേട്ടതിനാലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രണ്ടുപേരും മികച്ച അഭിനേതാക്കളെന്ന നിലയിൽ സ്നേഹാദരങ്ങളോടെ കാണുന്നവർ ആയതിനാലും റിലീസ് ചെയ്ത ദിവസം തന്നെ ഉള്ളൊഴുക്ക് കാണാൻ പോയി. പ്രമേയപരമായ പുതുമയും കൈയടക്കത്തോടെയുള്ള പരിചരണവും അഭിനന്ദനീയമാണ്. കുടുംബം എന്ന സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ അന്തസ്സ്, അഭിമാനം തുടങ്ങിയ മിഥ്യാധാരണകളുടെയും പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതിൽ ചിത്രം വിജയിച്ചിട്ടുണ്ട്. നുണകളുടെ കരിങ്കല്ലുകൾ കൊണ്ടാണ് കുടുംബം എന്ന സ്ഥാപനത്തിൻ്റെ അസ്ഥിവാരം കെട്ടിയിരിക്കുന്നത് എന്നത് നെഞ്ചു പൊള്ളിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ കെട്ടുകാഴ്ചയ്ക്കായി വെക്കേണ്ട പണ്ടമായി ജീവിതം നിസ്സഹായമാകുന്നത് കൃത്യമായി പറയുന്നുണ്ട് ചിത്രം. മിഥ്യാഭിമാനങ്ങളുടെ കുമിളകൾ പൊട്ടിക്കുമ്പോൾ നുണകൾക്ക് പിന്നിൽ ഒളിപ്പിക്കപ്പെട്ട നേരുകളുടെ ഉള്ളൊഴുക്കുകൾ വെളിപ്പെടുന്നു. ഉൾക്കലക്കങ്ങൾ പുതിയ പ്രയാണങ്ങൾക്കുള്ള ഊർജം പകരുകയാണ് വേണ്ടത്. പക്ഷേ അവസാന ഭാഗം വീണ്ടും സാമ്പ്രദായികതയുടെ പരിമിത വൃത്തത്തിലേക്കുള്ള തിരിച്ചുപോക്കായോ എന്ന് സംശയം തോന്നായികയില്ല. നൈസർഗികമായ അഭിനയ ചാതുര്യം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന രണ്ട് നടിമാർ മത്സരിച്ചഭിനയിക്കുന്ന ഈ സിനിമ എല്ലാവരും കാണണേ. ഈ ലോകം പെണ്ണുങ്ങളുടേതു കൂടിയാണല്ലോ എന്നാണ് മന്ത്രി കുറിച്ചത്. കങ്കണ റനാവത്ത് നായികയായി വരാനിരിക്കുന്ന ചിത്രമാണ് എമർജൻസി. സംവിധാനവും കങ്കണ റനാവത്താണ്. പല കാരണങ്ങളാൽ വൈകിയ കങ്കണ ചിത്രത്തിൻ്റെ റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എമർജൻസിയുടെ റിലീസ് സെപ്റ്റംബർ 6-നായിരിക്കും. ഇന്ദിരാഗാന്ധിയായി കങ്കണ വേഷമിടുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. സഞ്ജയ് ഗാന്ധിയായി മലയാളത്തിലെ യുവതാരം വൈശാഖ് നായരും വേഷമിടുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ടെറ്റ്സുവോ നഗാത്തയാണ്. റിതേഷ് ഷാ കങ്കണയുടെ എമർജൻസിയുടെ തിരക്കഥ എഴുതുമ്പോൾ തൻവി കേസരി പശുമാർത്തിയാണ് ചിത്രത്തിൻ്റെ അഡീഷണൽ ഡയലോഗ്സ് ഒരുക്കുന്നത്. ആദ്യമായി കങ്കണ റനാവത്ത് സ്വതന്ത്ര സംവിധായകയാകുന്ന പ്രോജക്റ്റായ എമർജൻസി നിർമ്മിക്കുന്നത് മണികർണിക ഫിലിംസ് ആണ്. കങ്കണ റനാവത്തിൻ്റെ രണ്ടാമത് സംവിധാനമാണിത്. നായികയായ കങ്കണ റനാവത്ത് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് 2019 പുറത്തിറങ്ങിയ മണികർണിക ദ ക്വീൻ ഓഫ് ജാൻസി ആയിരുന്നു. നായികയായ കങ്കണ റനാവത്ത് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച് 2019 പുറത്തെത്തിയ മണികർണിക ദ ക്വീൻ ഓഫ് ജാൻസി ആയിരുന്നു മുൻപ് സംവിധാനം ചെയ്തത്. ഇത് ക്രിഷ് ജഗർലമുഴിക്കൊപ്പമാണ് കങ്കണ സംവിധാനം ചെയ്തത്. കങ്കണ റനാവത്തിൻ്റെ എമർജൻസി എന്ന ചിത്രത്തിൻ്റെ അസോസിയേറ്റ് പ്രൊഡ്യൂസർ അക്ഷിത് റനാവത്താണ്. പേര് സൂചിപ്പിക്കുന്ന അടിയന്തരാവസ്ഥ പ്രമേയമാക്കിയുള്ള ചിത്രമാണ് എമർജൻസി എന്നാണ് റിപ്പോർട്ട്. കങ്കണ നായികയായ ചിത്രങ്ങളിൽ ഒടുവിലെത്തിയത് തേജസ് ആണ്. വൻ പരാജയമായിരുന്നു തേജസ്. ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയായിരുന്നു കങ്കണയുടെ ഈ ചിത്രം. മൈക്കിൾ ജാക്സൺ എന്ന പേര് തന്നെ ധാരാളം ഒരു സുവർണ കാലഘട്ടത്തെ ഓർമ്മിക്കാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നും ആരംഭിച്ച് മരണശേഷം പോലും തൻ്റെ പേരിന് കോടാനുകോടി മൂല്യമുണ്ടെന്ന് ആവർത്തിക്കുന്ന സംഗീത ചക്രവർത്തിയാണ് അദ്ദേഹം. 1960 ദി ജാക്സൺ 5 എന്ന ബ്രാൻഡുമായി കുടുംബത്തിനൊപ്പം അരങ്ങേറ്റം കുറിച്ചു. 1971 ആയതോടെ ജാക്സൺ തന്നെ ഒരു ബ്രാൻഡായി വളർന്നു തുടങ്ങി. ബീറ്റ് ഇറ്റ്, ബില്ലി ജീൻ, ത്രില്ലർ എന്നീ ഹിറ്റുകളിലൂടെ സിംഹാസനമേറി. ബ്ലാക്ക് ഓർ വൈറ്റ്, സ്ക്രീം, ഓഫ് ദി വാൾ, ബാഡ്, ഡേഞ്ചറസ്, ഹിസ്റ്ററി തുടങ്ങി മെഗാ ഹിറ്റുകളുടെ ഒഴുക്ക്. പാട്ടിനൊപ്പം ജാക്സന്റെ ചുവടുകളും ലോകത്തെ ത്രസിപ്പിച്ചു. അയാളിൽ അങ്ങനെ ലയിച്ചലിഞ്ഞ പതിറ്റാണ്ടുകൾ. എണ്ണമറ്റ പുരസ്കാരങ്ങൾ, 100 കോടിക്ക് മുകളിൽ കോപ്പികൾ വിറ്റഴിച്ച പാട്ടുകൾ. നൂറ്റാണ്ടുകൾക്കിപ്പുറവും മരിക്കാത്ത ചുവടുകൾ. മരണശേഷവും ജാക്സൺ എന്ന പേരിൻ്റെ മൂല്യത്തിൽ വന്ന് മറിയുന്ന കോടാനുകോടികൾ.
ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടും ഉയിരോടെ ഇങ്ങനെ ജ്വലിക്കുന്ന മറ്റാരുണ്ട്? ഒരു ജീവിതം മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധം ഇതിഹാസപൂർണമാക്കി തീർത്ത വിസ്മയത്തിന് പ്രണാമം. ശരവണ സ്റ്റോഴ്സ് ഉടമ ശരവണൻ നായകനായെത്തുന്ന പുതിയ ചിത്രം വരുന്നു. ഉണ്ണി മുകുന്ദനും സൂര്യയും ശശികുമാറും പ്രധാന വേഷത്തിലെത്തിയ ഗരുഡൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ദുരൈ സെന്തിൽകുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ശരവണൻ തന്നെയാണ് പുതിയ സിനിമയെക്കുറിച്ചുള്ള വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഒപ്പം വേറിട്ട ഭാവത്തിലും രൂപത്തിലുമുള്ള ശരവണന്റെ ലുക്കും പുറത്തുവിട്ടിട്ടുണ്ട്. ജോജു ജോർജ് ആദ്യമായി രചനാ സംവിധാനം നിർവഹിക്കുന്ന പണി എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. മുൻ ബിഗ് ബോസ് താരങ്ങളായ സാഗർ, ജുനൈസ്, ഗായിക അഭയ ഹിരൺമയി, പ്രശാന്ത് അലക്സ്, സുജിത് ശങ്കർ തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ 60ഓളം പുതിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. പ്രഖ്യാപന സമയം മുതൽ വരുന്ന ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേഷനുകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ മികച്ച സ്വീകാര്യത ലഭിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചില ഫോട്ടോകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പണിയിലെ നായികയായ ഗിരിയായി വേഷമിടുന്ന ജോജു ജോർജിൻ്റെയും നായിക ഗൗരിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന അഭിനയയുടെയും തൃശൂർ വടക്കുനാഥ ക്ഷേത്ര പശ്ചാത്തലത്തിലെ പ്രണയാർദ്രമായ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലാകെയും വൈറലായിരിക്കുന്നത്. ഇതിലൂടെ ഗിരിയും ഗൗരിയും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിന്റെ ആഴവും ഇരുവരിലുമുള്ള പ്രണയവുമാണ് അണിയറ പ്രവർത്തകർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഗിരി ആൻഡ് ഗൗരി ഫ്രം പണി എന്ന ക്യാപ്ഷനിലെത്തിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. ജോജുവിൻ്റെ നായികയായി എത്തുന്ന അഭിനയ യഥാർത്ഥ ജീവിതത്തിൽ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത പെൺകുട്ടിയാണ്. തമിഴ്, തെലുങ്ക് ഭാഷകളിലും അഭിനയ വേഷമിട്ടിട്ടുണ്ട്. പരിമിതികൾ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ച അഭിനയ ജോജുവിൻ്റെ നായികയായി വീണ്ടും മലയാളത്തിലെത്തുന്നത് ഒത്തിരി പ്രതീക്ഷയോടെയാണ് ആരാധകർ കാണുന്നത്. ജോജു ജോർജിൻ്റെ ജോസഫിലെയും പൊറിഞ്ചുമറിയം ജോസിലെയും മധുരത്തിലെയും ഒക്കെ പ്രണയ കോംബോ ജനങ്ങൾ ഇന്നും മറക്കാതെ നെഞ്ചിലേറ്റുന്നവയാണ്. അക്കൂട്ടത്തിലേക്കാണ് ഗൗരിയും ഗിരിയും എന്ന പണിയിലെ ഈ കോംബോയും ചേർത്തെഴുതപ്പെടുന്നതും പ്രേക്ഷകരിൽ ഇടം നേടാനൊരുങ്ങുന്നതും. നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങളും സംവിധായകരും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചിരുന്നു. ഒരു മാസ് ത്രില്ലർ റിവഞ്ച് ജോണറിൽ എത്തുന്ന ചിത്രം ജോജുവിൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസിൻ്റെയും AD സ്റ്റുഡിയോസിൻ്റെയും ശ്രീ ഗോകുലം മൂവീസിൻ്റെയും ബാനറിൽ M. റിയാസ് ആദം, സിജോ വടക്കൻ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്.